ഹലോ, നമസ്കാരം. എത്ര ആൾക്കാർക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ആഹ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സിനിമ കണ്ട് കഴിഞ്ഞ് ദേ വീട്ടിൽ കയറി വന്നേ ഉള്ളൂ. പുറത്ത് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്, തണുപ്പുണ്ട്, നല്ല സുഖം. വല്ലാത്തൊരു ഫീലിംഗ്, സീരിയസ്ലി മാൻ, വെറുതെ പറയുന്നതല്ല, വല്ലാത്തൊരു ഫീലിംഗ്. വല്യേട്ടൻ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ്, പഴയൊരു സിനിമയാണ് അല്ലേ. കുറേ തവണ ഇത് ടി വിയിൽ വന്നിട്ടുണ്ട്. ടി വിയിൽ വരുന്ന സമയത്തൊക്കെ നമ്മളിത് കണ്ടിട്ടുമുണ്ട്. ടി വിയിൽ മാത്രമല്ല, നമ്മൾ അല്ലാതെയും ഈ സിനിമ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത് അറിയാം, സീൻ എന്തൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് അറിയാം. ബൈ ഹാർട്ടാണ് നമുക്ക്. എന്നിട്ടും ഈ സിനിമ റീ റിലീസ് ചെയ്തിട്ട് നമ്മൾ പോയി കാണുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കഥ അറിയാം, അടുത്ത സീൻ എന്താണെന്നറിയാം എന്നുള്ളതൊന്നും ഒരു മാറ്ററേ അല്ല. ഒരു തരത്തിലും ബോറടിക്കാതെ സുഖമായിട്ട് രസിച്ച് എൻജോയ് ചെയ്തിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ആ സിനിമയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. അത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. അത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ അല്ല. ഓൾഡ് എപ്പോഴും ഗോൾഡ് തന്നെയാണ്. സീരിയസ്ലി, എനിക്ക് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരാൻ വേണ്ടി തുടങ്ങി. ആ ഒരു മീൻസ് പഴയ സിനിമയാണ്, ആ പഴയതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നൊരു സാഹചര്യം, ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സാധനമൊക്കെയാണ് എനിക്ക് ആ സമയത്തൊക്കെ തോന്നിയത്. പടം കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് വേറൊരു സംഭവം, നമ്മളിപ്പോൾ പ്രസൻറ്റിലിരിക്കുന്ന പോലൊരു സംഭവം. പക്ഷേ തിയേറ്ററിൽ ഈ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റിലേക്ക് പോകുന്നൊരു ഫീലൊക്കെയാണ് എനിക്ക് കിട്ടിയത്. നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് ആ സമയത്തൊക്കെ. പക്ഷെ എന്നാലും ഇതിങ്ങനെ നമ്മൾ സീഡിട്ട് കാണുന്നൊരു പരിപാടിയൊക്കെയാണ്. ഞാൻ നാടോടിക്കാറ്റ്, അത്തരത്തിലുള്ള കുറേ സിനിമകളുണ്ട്, നരസിംഹം, അങ്ങനെ കുറേ സിനിമകൾ, വല്യേട്ടൻ ആയിക്കോട്ടെ, ഈ സിനിമകളൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സി ഡി ഇട്ടിട്ടും ടി വിയിൽ വരുന്ന സമയത്തും അല്ലാതെയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം അത് നമ്മുടെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന സമയത്ത് അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ വരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. എത്ര ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഫീലിംഗാണ് ഞാൻ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആക്ച്വലി പറയുന്നത്. ഏകദേശം 2.75 മണിക്കൂറോളം പടം ഉണ്ട് അല്ലേ, നിയർലി 3 മണിക്കൂറോളം ഈ പടം ഉണ്ട് ആക്ച്വലി. പക്ഷെ എന്നാലും പഴയ പടം, അതാണ് എടുത്ത് പറയേണ്ടത്. പഴയ പടമാണ്, നമുക്ക് കഥ എന്താണെന്ന് അറിയാം, സീൻ എന്താണെന്ന് അറിയാം. എന്നിരുന്നാലും ഇത് തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുന്ന സമയത്ത് കിട്ടുന്നൊരു സാധനമുണ്ട്, ബോറടിക്കുന്നില്ലെന്നേ. എത്ര തവണ കണ്ടതാണ് നമ്മൾ. ഇപ്പൊ ഒക്കെ കുറേ സിനിമകൾ, എത്ര സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവുന്നുണ്ട്, എത്ര സിനിമകൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഒരു തവണ ഒരു വൺ ടൈം വാച്ചബിൾ സെറ്റപ്പിലൊക്കെയാണ് പല സിനിമകളും ഒതുങ്ങി പോകുന്നത് അല്ലേ. വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ളത്. പക്ഷെ പണ്ടത്തെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന സമയത്തും അത് കാണുന്ന സമയത്ത് നമുക്ക് ബോറടിക്കാതെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. മമ്മൂക്ക, അയ്യോ, ഇന്നസെൻ്റ് ഏട്ടൻ, കലാഭവൻ മണിച്ചേട്ടൻ, എന്താണ് മമ്പറം ബാവ, അത് രസമാണ്. അതൊക്കെ നമുക്ക് വീണ്ടും ഇവരൊക്കെ എന്താ പറയുക സ്ക്രീനിൽ കാണുക. ഇപ്പം ഇല്ലാത്ത ആൾക്കാർ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമാണ്. സുകുമാരി ചേച്ചി, സ്പടികം ഇറങ്ങിയ സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിലകൻ ചേട്ടൻ, പഴയ ആൾക്കാരെയൊക്കെ നമുക്ക് വീണ്ടും റീ റിലീസ് ചെയ്യുന്ന സമയത്ത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇവരെയൊക്കെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കാണുകയല്ലേ, രസമാണ്. മനസ്സിലായ? ഇതിപ്പോൾ വല്യേട്ടൻ റീ റിലീസ് ചെയ്ത സമയത്ത് മറ്റേൻ്റെ റെക്കോർഡ് പൊട്ടിച്ചോ മറിച്ചേൻ്റെ റെക്കോർഡ് പൊട്ടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എനിക്ക് റെക്കോർഡിനെ കുറിച്ചിട്ടൊന്നും അറിയത്തൊന്നുമില്ല. റെക്കോർഡൊക്കെ ഈ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വേട്ടാവിളിയന്മാർ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. മമ്മൂട്ടിയുടെ പടം ഇത്ര കളക്ട്, മോഹൻലാലിൻ്റെ പടം ഇത്ര കളക്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വീട്ടിത്തരത്തിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സിനിമ ഇഷ്ടപ്പെടുന്ന ആരുടെ ഫാനും ആയിക്കോട്ടെ, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജെനുവിൻലി ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടന്മാരി എറിയുന്ന ആൾക്കാരോടൊന്നും പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓൾഡ് ഈസ് ഗോൾഡ്. രസമാണത്. പിന്നെ നിങ്ങൾ വല്യേട്ടൻ
ഓൾറെഡി കണ്ട കണ്ടവർ തന്നെ ആയിരിക്കും. എന്നാലും നിങ്ങൾ ഇപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേറൊരു ഫീലാണ് സമ്മാനിക്കുക, വേറൊരു ഫീലാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. എനിക്കുണ്ടായ ഫീലിംഗാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കത് ടി വിയിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അല്ലാതെ കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളത് മിസ് ചെയ്യാതെ പോയിട്ടൊന്ന് കണ്ടു നോക്കി. നല്ല രസമാണ്, മനസ്സിലായ? പല സീനുകളും സിദ്ദിഖ്, മനോജ് കെ ജയൻ, എന്താണ് അമ്മൂക്ക, ഇതൊക്കെ ഒരുമിച്ചുള്ള പരിപാടികളൊക്കെ, കുടുംബം, വെട്ടനനിയന്മാർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിലുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, കാര്യങ്ങളൊക്കെ ഒരു നൊസ്റ്റു സാധനങ്ങളാണ് അതൊക്കെ. ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ, ശോഭന ചേച്ചി, എവറിത്തിങ് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ആക്ച്വലി ഉണ്ട്. ഇതിപ്പോൾ ആക്ച്വൽ റിവ്യൂ പറയുന്ന, സിനിമയുടെ റിവ്യൂ പറയുന്ന പോലെ ഞാൻ പറയാത്തത്, ഇത് പഴയൊരു സിനിമയാണ്. നമ്മൾ ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് നമ്മളൊരു മൂഡിന് പോയി കണ്ടതാണ്. അപ്പോൾ ഒരു സന്തോഷം, ഒരു രസം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ റോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. മണിച്ചേട്ടനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കണ്ട സമയത്ത് സത്യത്തിൽ വിഷമം തോന്നി. കാരണം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി സീരിയസ്ലി. കാരണം നല്ലൊരു കലാകാരനല്ലേ. ഇനി ഇവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് എൻ്റെ പൊട്ടത്തരമാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റ് അല്ലേ. ഭീമൻ രഘു, സായി കുമാർ, കട്ട വില്ലൻ, എന്താ പറയുക, ആരെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടോ? എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓവറോൾ ഒരു ഗംഭീര എക്സ്പീരിയൻസ്, ഒരു കിടിലം പടം. മറ്റേ മനോജ് കെ ജയനെ കുറിച്ചിട്ട് ഇന്നസെൻ്റ് പറയുന്നൊരു സീനൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയല്ലേ വലിയ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ നിന്നങ്ങ് പറയാണ്. ഇതൊക്കെ അതാണ് അതുല്യ കലാകാരന്മാരെന്നൊക്കെ നമ്മൾ പറയൂലേ, എങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്? ഒറ്റ സ്ട്രെച്ചിൽ നിന്നങ്ങ് നീണ്ട ഡയലോഗൊക്കെ പറയണേ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണത്. മനോജ് കെ ജയനെ കുറിച്ചിട്ട് ഇന്നസെൻ്റ് പറയുന്നൊരു സീന്. പിന്നെ മമ്മൂക്കയുടെ ഫസ്റ്റത്തെ കുറേ ഡയലോഗുകൾ, പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വന്നിട്ട് ചിതറി പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രോമാഞ്ച സെറ്റപ്പാണ്, രോമാഞ്ച സാധനങ്ങളാണ് അതൊക്കെ മമ്മൂക്കയുടെ. ഇന്ന് അങ്ങനത്തെ പടങ്ങളൊന്നും വരില്ല. ഇന്ന് കുറച്ചും കൂടിയും വേറെ രീതിയിൽ ഗംഭീര സിനിമകളാണ് ഇപ്പോഴും ഇറങ്ങുന്നത്, എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അന്ന് ഈ ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളെ തമ്മിലൊന്നും ഇപ്പോൾ വരുന്ന കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അന്നത്തേൻ്റെതായ ഒരു ഗംഭീരത ആക്ച്വലി ഉണ്ട്. അത്രയും കൊല്ലം മുമ്പ് ഇറങ്ങിയ പടം ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ബോറടിക്കാതെ കാണാൻ വേണ്ടി പറ്റുന്നു എന്ന് പറയുന്നൊരു സ്പെഷ്യാലിറ്റി ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ ഇനി 10-20 കൊല്ലം കഴിയുന്ന സമയത്ത് റിലീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കാണാൻ വേണ്ടി പറ്റുമോ, നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത് അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ എന്നാലും ഇത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അന്ന് ഉണ്ടാക്കി വെച്ച സിനിമകൾ എന്നൊക്കെ പറയുന്നത് ഗോൾഡൻ സാധനങ്ങളാണ്. ഇപ്പോഴും നമുക്ക് റിപ്പീറ്റ് വാല്യൂ എന്ന് പറഞ്ഞൊരു സാധനം എത്ര തവണ നമുക്ക് എണ്ണയില്ല. ഇപ്പം നാടോടിക്കാറ്റൊക്കെ എന്തോരം തവണയാണ് കണ്ടിരിക്കണേ. ഞാനൊക്കെ മറിച്ചൊക്കെ CD ഒക്കെ ഇട്ടിട്ട് മറിച്ചിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് നാടോടിക്കാറ്റൊക്കെ. ധ്രുവമൊക്കെ ഇനി ഇറക്കണം, റിലീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മമ്മൂക്കയുടെ ധ്രുവം ഒക്കെ കിടിലൻ സിനിമകളല്ലേ. അതൊക്കെ ഒന്ന് റീമാസ്റ്റർ ചെയ്ത് 4K സെറ്റപ്പിലൊക്കെ ഒന്ന് ഇറക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ലാലേട്ടൻ്റെ ദേവാസുരം, ദേവാസുരമൊക്കെ ഐറ്റം യമകണ്ഠ സാധനങ്ങളാണ് അതൊക്കെ. ഞാൻ മമ്മൂട്ടി ഫാനാണ്, പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ മമ്മൂട്ടിയുടെ പടം, മോഹൻലാലിൻ്റെ പടം ഒന്നുമില്ല. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ധ്രുവം, പിന്നെ ലാലേട്ടൻ്റെ ദേവാസുരം, അതൊക്കെ ഐറ്റം സാധനങ്ങളല്ലേ. അതൊക്കെ ഇപ്പോൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നൊരു ഫീല് എവളോ ഇറക്കും. ഗംഭീര സാധനങ്ങളായിരിക്കില്ല അതൊക്കെ. അതുകൂടി ഇറക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവാസുരത്തിൻ്റെ കേസൊക്കെ ഞാൻ മുമ്പ് തൊട്ടേ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതൊക്കെ തിയേറ്ററിലൊന്ന് വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. സ്ഫടികത്തിൻ്റെ കാര്യത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇതേ ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. വെള്ളിയേട്ടൻ കണ്ട സമയത്തുള്ള, വെള്ളിയേട്ടൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഉള്ള അതേ ഫീലിംഗാണ് എനിക്ക് ആക്ച്വലി സ്ഫടികം കണ്ടപ്പോഴും കിട്ടിയത്. എന്തൊരു ഫ്രഷ്നെസ് ആണെന്നേ. സ്ഫടികമൊക്കെ എന്തോരം തവണ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പല സീനുകളും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഈ പടം റിലീസ് ചെയ്തിട്ട് പോയി കണ്ടപ്പോൾ
ഒരു തരത്തിലും മടുപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ ചടപ്പ് തോന്നുന്നില്ല, ഇറക്കി ഓടാനൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു മാറ്റർ ആക്ച്വലി ഉണ്ട്. അതൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഒരു ഇതാണ്. എന്നുവെച്ചാൽ കിടിലം പടങ്ങളാണ്. വലിയ ഡിഫറൻസ് സ്പടിക ആയിക്കോട്ടെ. ഇപ്പം ഞാൻ റിലീസ് ചെയ്ത പടങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ 2 റിലീസ് ചെയ്ത പടങ്ങളാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 എടുത്ത് പറയാൻ കാരണം. 2 കിടിലൻ സിനിമകളാണ്. ഷാജി കൈലാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളൊക്കെ ഒരു ജെമ്മാണ്. എന്ത് രസമായിട്ടാണ് എടുത്തു വയ്ക്കുന്നവരൊക്കെ പടങ്ങളൊക്കെ. പിന്നെ രഞ്ജിത്തിൻ്റെ എഴുത്ത്. ഷാജി കൈലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനത്തെ സിനിമകളൊക്കെ ആക്ച്വലി എടുക്കണം. കാണാൻ ആൾക്കാരുണ്ടാവും, എന്തായാലും കാണാൻ ആൾക്കാരുണ്ടാവും. ആൾക്കാരുടെ ഇത്തരത്തിലുള്ള സിനിമകൾ എന്നും ആൾക്കാർ സ്വീകരിക്കുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്ന് ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ ആളുണ്ട്, ഇപ്പോഴും ആൾക്കാർ എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവരുണ്ടാക്കി വെച്ച സാധനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതാണത്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരട്ടെ. പിന്നെ നിറനാഴി പൊന്നി പാട്ട്, അതൊക്കെ നൊസ്റ്റു സാധനങ്ങളാണ്. നല്ല പാട്ടല്ലേ, കിടിലം പാട്ട്, രസമുണ്ട്. പിന്നെ ഈ അനിയന്മാരും മമ്മൂക്കയും തമ്മിലൊക്കെ ഉള്ളൊരു ബോണ്ടിങ് സംഗതികൾ, അതൊക്കെ നല്ല രസമാണ്. കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണത്. എല്ലാവരും കലക്കി, എല്ലാവരും അടിപൊളി. മമ്മൂക്ക, സിദ്ദിഖ്, മനോജ് കെ ജയൻ, എല്ലാവരും, സുധീഷ്, അയ്യോ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. എല്ലാവരും നല്ല നന്നായിരുന്നു. എല്ലാവരും വീണ്ടും പഴയൊരു സിനിമ വീണ്ടും തിയേറ്ററിൽ കണ്ടതിൽ ഒരു സന്തോഷം. ശോഭന ചേച്ചി, സുകുമാരി ചേച്ചി, പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, എല്ലാവരും. ഭീമൻ രഘുവൊക്കെ എന്ത് പറ്റിയതാണോ പോലെ ഇപ്പോൾ പൊട്ടത്തരമൊക്കെ കാണിച്ചിട്ട് നടക്കണം മൂപ്പര്. മൂപ്പര് അടിപൊളി നടനല്ലേ ഭീമൻ രഘുവൊക്കെ, പൊട്ടത്തരം കാണിച്ച് നടക്കണ്. എനിക്ക് സത്യത്തിൽ ഞാനിത് കണ്ടപ്പോൾ ഞാൻ അതാലോചിച്ച്, ഇയാളല്ലത് ഭീമൻ രഘു അടിപൊളി നടനാണ് പുള്ളിയൊക്കെ. സായികുമാറൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല, പറഞ്ഞിരിക്കണം മതിയാവുന്നില്ലല്ലോ. വേറൊരു ഫീലാണ് മാൻ പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത്. ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ നമ്മൾ ഈ ഒരു തിയേറ്റർ സെറ്റപ്പിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ പഴയ സിനിമകൾ നമ്മൾ തിയേറ്റർ സെറ്റപ്പിലൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മൾ പഴയ ഒരു ഇതിലേക്ക് പോവും. മനസ്സിലായ നമ്മുടെ ലൈഫായിട്ടങ്ങ് പോവും, പഴയ ഓർമ്മകളൊക്കെ ആയിട്ടങ്ങ് പോവും. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് റിപ്പീറ്റഡായിട്ട് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അന്നത്തെ സാഹചര്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അതാണ് ഞാൻ ഈ നൊസ്റ്റാലജിയ എന്ന് പറയാൻ കാരണം. പിന്നെ എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് പിന്നെ പറയാനാണെങ്കിൽ മൊത്തം അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണും. പഴയ പടമാണ്. കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, പഴയ പടമല്ലേ എന്തിനാണ് കാശ് കളയണത്, കണ്ട സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അല്ല, അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും ഇഫ് യു വാണ്ട് ടു ഫീൽ സം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ജസ്റ്റ് പേ സം മണി, ഇറ്റ്സ് വർത്ത് ഇറ്റ് മാൻ, ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഗോ ആൻഡ് വാച്ച് ആൻഡ് ഫീൽ ദ ഡിഫറൻസ്. കാരണം വേറൊരു രീതിയിലല്ലേ ഇതിപ്പം പുതിയ ഒരു സൗണ്ടും കാര്യങ്ങളും പരിപാടികളൊക്കെ, വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഇപ്പോൾ ഇറക്കി കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ ഇറക്കിയ സാധനം പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൊബൈലിൽ കാണുന്നതും ടി വിയിൽ കാണുന്നതൊന്നും അല്ല തിയേറ്ററിൽ വരുന്ന സമയത്ത്. അതൊരു കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അത് പോയി കണ്ടാൽ മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓൾഡ് ഈസ് ഗോൾഡ് മാൻ, ഓൾഡ് ഈസ് ഗോൾഡ്. സ്വർണ്ണക്കട്ട കുറേ സാധനങ്ങളുണ്ടാ. എന്താ പറയുക, മറ്റേ മമ്മൂക്ക പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് മറ്റേ ഒരു ഡയലോഗൊക്കെ പറയില്ലേ, എന്താണ് എങ്ങോട്ടാ ചോദിക്കുന്ന സമയത്ത് പൊന്നരഞ്ഞാണം കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുന്ന സീനൊക്കെ, അതൊക്കെ ഇങ്ങനെ വലിയ സൗണ്ടിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ഒരു രോമാഞ്ചമാണ്, നല്ല രസമാണ്. പിന്നെ മറ്റേ പോലീസുകാരനെ വീട്ടിൽ കയറി അട്ടിക്കണ സീന്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്താ പറയുക, പിന്നെ സിദ്ദിഖൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, എന്ത് പറയാനാണ്, ഒക്കെ പറയുന്നത് മണ്ടത്തരായി പോകും. കാരണം ഇവരൊക്കെ അടിപൊളി ആൾക്കാരല്ലേ. സീനുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മണിച്ചേട്ടൻ, പുള്ളിയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. മറ്റേ മമ്മൂക്കയും ഇവരൊക്കെ കൂടിയിട്ട്, മറ്റേ ഇലിയാസൊക്കെ കൂടിയിട്ട് പോവില്ലേ,
മണിച്ചേട്ടനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിലേക്ക് പോകും. അവിടെ പോകുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഫസ്റ്റ് സീന്, ആ സീനിൽ ആള് ചിരിക്കുന്നൊക്കെ സീനുണ്ട്, അടികൊണ്ട് വീണിട്ട് ചിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇത് എൻജാതി പെർഫോമേഴ്സാണ് അവരൊക്കെ. അത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ കിട്ടൂല. NF വർഗീസ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ് മാൻ, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, ഓൾറെഡി ദീർഘമായി ഓൾറെഡി. അപ്പോൾ ബൈ ബൈ.